ഈ CJP സമരം വിജയിച്ചത് ഏറെ ആശ്വാസം നൽകുന്നുവെന്ന് നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ മലയാളി വിദ്യാർത്ഥി ഐജ ആർ മഹേഷിന്റെ അമ്മ. ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണുള്ളത്. ആദ്യ പരീക്ഷ എഴുതിയപ്പോൾ മകൾ വലിയ സന്തോഷത്തിലായിരുന്നു. പരീക്ഷ റദ്ദാക്കിയെന്ന് കേട്ടപ്പോൾ ആകെ തകർന്നുപോയി. മകൾക്കും ജീവിതം നഷ്ടമായ എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി കിട്ടണമെന്നാണ് ആഗ്രഹമെന്നും ഐജിയുടെ അമ്മ രാധിക റിപ്പോർട്ടറിനോട് പറഞ്ഞു. നല്ല ഹാപ്പിയില്ല വന്നത്. ഹോളിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല ചിരിച്ചു വന്നതാ. ഇനി എഴുതുന്ന കുട്ടികൾക്കെങ്കിലും ആ നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റദ്ദാക്കിയ ദിവസം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അന്ന് ഫുഡൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആക്കി എടുത്തതാണ്. പിന്നെ കുറേ പറഞ്ഞു കുഴപ്പമില്ല, ഈ പ്രാവശ്യം കിട്ടിയിട്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം നോക്കാം നമുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയുള്ള എക്സാമിലും ഒരു കുട്ടിയെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കണ്ടേ. ഇത്രയും ആൾക്കാർ അവിടെ പോയി കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ശ്രമിച്ചില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, എത്ര അമ്മമാരുടെ കണ്ണീരാണല്ലേ കണ്ടത്. ഇപ്പൊ രാധികയെ പോലെ മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നെഞ്ചുലഞ്ഞു പോയ അമ്മമാരുണ്ട്. ഇപ്പൊ അഭിജിത്ത് ദീപ്കയുടെ അമ്മയുടെയൊക്കെ പ്രതികരണം നമ്മൾ കേട്ടതാണല്ലേ. സമരരംഗത്തുള്ള മക്കളുടെ ഭാവി എന്താണ് എന്നാലോചിച്ച് കരഞ്ഞ അമ്മമാരുണ്ട്. അങ്ങനെ എത്ര പേർ. അപ്പോൾ ഈ ഒരു വിജയം അത് അവർക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും നൽകുമല്ലോ എന്നുള്ളതാണ് ആശ്വാസം, അല്ലേ അരുൺ? റോഷ്നി, അത് തന്നെയാണ് ഐജയുടെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ ഏക മലയാളി വിദ്യാർത്ഥിയാണ് ഐജ ആർ മഹേഷ്. കാസർഗോഡ് പൂച്ചക്കാട് സ്വദേശിയാണ്. ജൂൺ 2-ാം തീയതിയാണ് ഐജയെ പാലാ ബ്രില്യൻസ് കോച്ചിങ് സെന്ററിലെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ അമ്മയുടെ വാക്കുകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. വലിയ സന്തോഷം, ഡൽഹിയിലെ CJP സമരം വിജയമായതിൽ വലിയ സന്തോഷവും ആശ്വാസവുമാണ് ആ അമ്മ പ്രകടിപ്പിക്കുന്നത്. ഇനി പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഈ ഗതി വരാതിരിക്കാൻ ഈ സമര വിജയം അത് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. തൻ്റെ മകൾക്കും അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഈ പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഓരോ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അതോടൊപ്പം തന്നെ അമ്മ പറയുന്നത് വലിയ സന്തോഷത്തിൽ, അതായത് ആദ്യത്തെ നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു ഐജ ആർ മഹേഷ് ഉണ്ടായിരുന്നത്. പിന്നീട് പെട്ടെന്നാണ് ആ പരീക്ഷ റദ്ദാക്കുകയും പുതിയൊരു പരീക്ഷയിലേക്ക് കടക്കുന്നുവെന്ന വിവരവും വന്നത്. അപ്പോൾ മാനസികമായി തകർന്നു. പരീക്ഷയ്ക്കൊരുങ്ങാൻ വരെ കഴിയാതെ വലിയ മാനസിക സംഘർഷമാണ് ഉണ്ടായത്. ഒരു വർഷക്കാലം തയ്യാറെടുത്താണ് ആദ്യ പരീക്ഷ എഴുതിയത്. അത് ഒരു മാസം കൊണ്ട് വീണ്ടും പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞപ്പോൾ അത് താങ്ങാനായില്ല, തകർന്നു പോയി എന്നതാണ് അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ആ ജീവൻ ഒടുക്കുന്നതിലേക്ക് എന്തായാലും പോയത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലെ സമര വിജയം വലിയ ആശ്വാസമാണ് ഈ കുടുംബങ്ങൾക്ക്, ഈ ജീവിതം നഷ്ടമായ കുട്ടികൾ ഉള്ള കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുതന്നെയാണ് ഐജ ആർ മഹേഷിന്റെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. യെസ്, അതാണ്. ഇതുപോലെ കണ്ണീരൊഴുക്കിയ നെഞ്ചുലഞ്ഞു പോയ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെയും അച്ഛന്മാരുടെയും കണ്ണീര് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ സമരത്തിന്റെ വിജയം അതിൽ പല രക്ഷിതാക്കൾ കൂടി ആഘോഷിക്കപ്പെടുന്നുണ്ട്. കാരണം തങ്ങളുടെ മക്കൾ സമരത്തിനാണെന്ന് പറഞ്ഞിറങ്ങുമ്പോഴും അടിയേൽക്കുമ്പോഴും ദിവസങ്ങളോളം പട്ടിണി കിടക്കുമ്പോഴും ഒക്കെ ഒരാശങ്ക മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ആ സമരത്തിനൊപ്പം തങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾക്കൊപ്പം ഉറച്ചു നിന്ന മാതാപിതാക്കളുണ്ട്. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഒരു വിജയം എന്നുള്ളത് പരക്കെ പറയുന്ന ഒരു അഭിപ്രായമാണ്. അതാണ് നമ്മുടെയും